രാഷ്ട്രീയ കക്ഷിയായിട്ടുള്ള പ്രഖ്യാപനം വൈകാതെ ഉണ്ടാവുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കക്ഷിയായിട്ടുള്ള ഒരു പ്രഖ്യാപനം വൈകാതെ ഉണ്ടാവും. അത് DMK എന്നുള്ള രീതിയിൽ പ്രതീക്ഷിക്കണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ള ലയനം പ്രതീക്ഷിക്കണമോ എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള ചോദ്യം. കേരളത്തിൽ UDF എന്ന മുന്നണിയിലേക്കുള്ള പ്രവേശനം എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. അല്ല, അതിൽ ഇപ്പോൾ DMK ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള ഇറ്റ്സ് ഓൺലി എ സോഷ്യൽ മൂവ്മെൻറ്റ്. ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ അമ്മേ പറഞ്ഞതാണ്, ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാക്കി മാറ്റും. അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യുന്ന, പൊളിറ്റിക്കൽ പാർട്ടിയാക്കി മാറ്റുന്ന ഡിസ്കഷൻസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷേ ഞങ്ങൾ സിംഗിൾ സ്റ്റാൻഡിൽ DMK പൊളിറ്റിക്കൽ പാർട്ടിയായി മാറ്റും, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ദേശീയ കക്ഷികളുമായിട്ടുള്ള അലയൻസ് ഉണ്ടാവാം, ചിലപ്പോൾ മർജിങ് ഉണ്ടാവാം. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രപ്പോസൽസ് അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു റെസ്പോൺസ് ഈ പറയുന്ന പാർട്ടികളിൽ നിന്നുണ്ടായാൽ ഈ പറയുന്നതൊക്കെ നടക്കും. അത് നടന്നില്ലെങ്കിൽ DMK ഞങ്ങൾ കേരളത്തിൽ പൊളിറ്റിക്കൽ പാർട്ടിയായി രജിസ്റ്റർ ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ് പാർട്ടിയായിട്ട് മുന്നോട്ട് പോകും. ഒരു കരുതുന്ന ഒരു കാര്യമാണ്. അതിന് മുമ്പ് ഒരു പക്ഷേ ലയം ഉണ്ടായേക്കാം, അത് തന്നെയാണ് പ്രഥമ പരിഗണന. അല്ല, അങ്ങനെയൊന്നുമില്ല, പ്രഥമ പരിഗണനയൊന്നുമില്ല. വിച്ച് ഈസ് പ്രാക്ടിക്കൽ. നമ്മൾ ഇപ്പോൾ ഒരു ദേശീയ പാർട്ടിയുമായി ഒരു അലയൻസോ മർജിങ്ങോ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഗുണം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. അതിൻ്റെ ഗുണം ഈ DMK പ്രവർത്തകർക്ക് കിട്ടേണ്ടതുണ്ട്. ആ ഞങ്ങൾ നൽകിയിരിക്കുന്ന പ്രപ്പോസലിൽ ആരാണ് ദോസ് ഹു ആർ ഗിവിങ് ബെറ്റർ ഓപ്ഷൻ, ആ ബെറ്റർ ഓപ്ഷൻ ഞങ്ങൾ ഗുണകരമാവും എന്ന് തോന്നുകയാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കും. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആം ആദ്മി പാർട്ടിയുമായിട്ട് താങ്കൾ എന്താണ് താങ്കളുടെ ഒരു അല്ല, അതിപ്പോൾ എല്ലാ പാർട്ടികളുണ്ടെന്ന്, ആം ആദ്മി മാത്രമല്ലല്ലോ, ഓരോ പാർട്ടികൾക്കും അതിൻ്റേതായിട്ടുള്ള പ്ലസും മൈനസും ഉണ്ട്. ഇപ്പോൾ നമ്മളാകെ നോക്കേണ്ടത് എന്താണ്, നമ്മൾ കേരളത്തിൽ ഞാൻ ഉയർത്തിയ ആശയങ്ങൾ എന്താണ്, പിണറായിയുമായി ബന്ധപ്പെട്ട, പിണറായിസവുമായി ബന്ധപ്പെട്ട ആൻറ്റി കമ്മ്യൂണൽ സ്റ്റാൻഡാണ്. കാരണം കമ്മ്യൂണൽ ഫാക്ടറിനോടൊപ്പം കേരളത്തിലെ RSSനോടൊപ്പം ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് മുഖ്യമന്ത്രി RSSന് വേണ്ടി വർക്ക് ചെയ്യുന്ന വളരെ പച്ചയായ ചിത്രം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നമ്മൾ വരച്ച് കാണിച്ചതാണ്. ഇന്നും അതിൻ്റെ അന്വേഷണം നടക്കുന്നു, SIT അന്വേഷിക്കുന്നു എന്ന് പറയുന്നതിലപ്പുറം കഴിഞ്ഞ 4 മാസമായിട്ട് എവിടെ എത്തിയിട്ടില്ല. ഏറ്റവും അവസാനമായിട്ട് നവീൻ ബാബു ADMൻ്റെ മരണം എന്താ ഹൈക്കോടതിയിൽ നടക്കുന്നത്? ആ കുടുംബത്തിൻ്റെ ആവശ്യമാണ് CBI അന്വേഷിക്കട്ടെ. എന്തിന് ഗവൺമെൻറ് അതിനെ എതിർക്കണം? എന്താ ഗവൺമെൻറ്റിൻ്റെ താല്പര്യം? ആ കുടുംബത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുമെന്ന് പറഞ്ഞ പാർട്ടിയും ഗവൺമെൻറ്റും 2-3 ആഴ്ചയായിട്ടുള്ളൂ. എന്താ കോടതിയിൽ ഇങ്ങനെ മലക്കം മറിഞ്ഞത്? ആരെയാണ് ഇവർ ഭയപ്പെടുന്നത്? എന്തോ ആവട്ടെ എന്ന്, ആ ഫാമിലിയെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നതാണല്ലോ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ദൗത്യം. ആ ദൗത്യത്തിന് ഘടകവിരുദ്ധമായിട്ട് എന്താ നിലപാടെടുക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഭർത്താവുമായിട്ടുള്ള അവിടുത്തെ പെട്രോൾ പമ്പ് ബിസിനസ്, ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് അനവധി പെട്രോൾ പമ്പുകളുണ്ട്. ഞാൻ പബ്ലിക്കായി പറഞ്ഞപ്പോൾ എനിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു കോടതിയിൽ നിന്ന്. നമ്മളതിൻ്റെ മറുപടി കൊടുത്ത് നമ്മളത് പിന്മാറാനല്ല, നമ്മൾ ആ കേസുമായി കോടതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ കേസ് ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം. അദ്ദേഹം തരുന്ന നോട്ടീസിന് മാപ്പ് പറഞ്ഞ് പിന്മാറാനല്ല അൻവർ നിൽക്കുന്നത്. ഞങ്ങളതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തെ ആകെ ഒരു പുകമറയിലാണ്. ഈ പറയുന്ന എന്ത് വന്നു കഴിഞ്ഞാലും അതിൽ ഒരു അഴിമതിയുടെ ഭാഷ്യം. ഇപ്പോൾ TCOM എന്താ സ്ഥിതി? നിങ്ങളാരും എന്താ അത് ഗൗരവമായി ചോദ്യം ചെയ്യാത്തത്? 264 ഏക്കർ ഭൂമി ഒരു വിദേശ കമ്പനിക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലുണ്ടാക്കുന്ന അഗ്രിമെൻറ്റിൽ അതിൻ്റെ മെയിൻ അഗ്രിമെൻറ്റ് പോയിൻറ്റ്സ് കഴിഞ്ഞാൽ രണ്ടാമത്തെ മെയിൻ പോയിൻ്റ് എന്താണ്? ഈ മേൽപ്പറഞ്ഞ കണ്ടീഷനുകളിൽ നിന്ന് വിപരീതമായി പ്രവർത്തിക്കുന്നവർ, ഐദർ TCOM ഓർ ദ ഗവൺമെൻറ്, ആരാണോ വിപരീതമായി പ്രവർത്തിക്കുന്നവർ, അവർ ഇന്ന രീതിയിൽ ഫൈൻ ചെയ്യേണ്ടി വരും എന്ന് ഏതൊരു അഗ്രിമെൻറ്റ്, സാധാരണ ഒരു ഒരു വസ്തു വിൽപ്പന കരാറിൽ പോലും പെനാൽറ്റി ക്ലോസ് ഉണ്ടാവും. ആ പെനാൽറ്റി ക്ലോസാണ് പിന്നെ ഇതൊരു ഇഷ്യൂസായി വരുമ്പോൾ നമ്മൾ പുറത്തെടുക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പെനാൽറ്റി ക്ലോസ് ഇല്ലാത്തൊരു അഗ്രിമെൻ്റ് ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ കാശ് അങ്ങോട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നത്? അപ്പം ഏതിലും അഴിമതി, പബ്ലിക്കായിട്ട് ഒരു മടിയുമില്ല. ആര് ചോദ്യം ചെയ്താലും അതിനെ എന്താ പറയുക, ചിരിച്ച് തള്ളിയിട്ട് എന്താ പറയുക, ആളുകളെ ഫൂളാക്കുന്ന ഇടപാട്. ഇപ്പോൾ വയനാട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 565 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് ഫണ്ടിലേക്ക് കിട്ടിയിട്ടുണ്ട്. വേറെ കോടികൾ അവിടെ കിടക്കുന്നുണ്ട്. കാരണം അന്ന് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത് വയനാട്ടിലെ പബ്ലിക് മണി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞു. ഗവൺമെൻറ് അത് അംഗീകരിച്ചു.
വയനാടിന് വേണ്ടി മാത്രം പുതിയ അക്കൗണ്ട് തുടങ്ങി. ദുരിതാശ്വാസം ജനങ്ങൾ കൊടുത്ത കാശ് 565 കോടി രൂപ അക്കൗണ്ടിൽ കിടക്കുകയാണ്. അപ്പോഴാണ് ഈ 400ഓളം ആളുകൾ മരണപ്പെട്ടിട്ട് അവർക്ക് വാടക പോലും കൊടുക്കാതെ, അവർക്ക് ഭക്ഷണം വാങ്ങാനുള്ള പണം പോലും കൊടുക്കാതെ, അവിടെ കേന്ദ്ര ഗവൺമെൻറ് നിന്ന് പണം കിട്ടിയില്ല എന്ന ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട്, കേന്ദ്രം പുതുതായിട്ടുള്ള കേന്ദ്രത്തിൻ്റെ നയമല്ല, കേന്ദ്രം ഒരുപാട് കാശ് തരാനുണ്ട്, അതൊരു വസ്തുതയാണ്. ആ വസ്തുത എന്തുകൊണ്ട് ഇതിന് കൂട്ടിക്കെട്ടുന്നു? ഈ 500 മരണപ്പെട്ട കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വെച്ച് കൊടുത്താൽ പൈസ ബാക്കിയാണ്. ജനങ്ങൾ കൊടുത്ത പൈസ ആരോടും ചോദിക്കേണ്ടതില്ല. ഇവിടുത്തെ പ്രതിപക്ഷത്തെയും അവിടുത്തെ ജനങ്ങളെയും ഇതിൽ അപകടം സംഭവിച്ച ദുരിതമനുഭവിക്കുന്ന ആളുകളെയും വിളിച്ചു ചേർത്ത് 2 മണിക്കൂർ കൊണ്ട് ഈ പ്രശ്നം തീർക്കാൻ പറ്റും.